സ്റ്റഡി മെറ്റീരിയൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ദുറൂസ് എക്സാം സ്പെഷ്യലാണ്, സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ. ഇത് വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് എല്ലാ പാഠവും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് പാർട്ട് 1 മുതൽ കാണുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് ഉള്ള എല്ലാ ഇതും ഇതിൽ തന്നെ ഉണ്ടാവും. ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ് പഠിച്ചാൽ മതി, ആ കുട്ടികൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. ഷുറൂത്ത് സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് അടുത്ത പാഠം. നിസ്കാരം ശരിയാവാൻ ഷർത്തുണ്ടുകളിലോ ഷർത്തുകൾ 5 പഠിക്കാമല്ലോ. ഇതിൽ പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഷർത്തുകൾ, നിസ്കാരത്തിൻ്റെ ഷർത്തുണ്ട്. നിസ്കാരത്തിൻ്റെ ഷർത്ത് 5ആണ്. ഷുറൂത്ത് സ്വലാത്ത് ഹംസത്തുൻ, നിസ്കാരത്തിൻ്റെ ഷർത്ത് 5ആണ്. നിസ്കാരത്തിൻ്റെ ഷർത്ത് 5ആണ്. 1, ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി. ഈ പാട്ട് പഠിക്കുകയാണെങ്കിൽ പഠിച്ചോ. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ വരികയാണെങ്കിൽ എഴുതാൻ പറ്റണം. പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിസ്കാരത്തിന് ഷർത്തുകൾ 5ആണ്. 1, ചെറിയ അശുദ്ധിയെത്തൊട്ട് ശുദ്ധിയാവുക. ചെറിയ അശുദ്ധിയെത്തൊട്ട് ശുദ്ധിയാവുക. 2, വലിയ അശുദ്ധിയെത്തൊട്ട് ശുദ്ധിയാവുക. വലിയ അശുദ്ധിയെത്തൊട്ട് ശുദ്ധിയാവുക. 3, ഔറത്ത് മറക്കുക. 4, നിസ്കാരത്തിന് സമയമായെന്നറിയുക. നിസ്കാരത്തിൻ്റെ സമയമായെന്ന് അറിയുക. 5, നമ്മുടെ കിബില കഅബയാണ്. നമ്മുടെ കഅബയാണ്. കിബിലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കുക. പരിശുദ്ധ കഅബക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കുക. കിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. നമ്മുടെ കിബില കഅബയാണ്. കിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. ഇതാണ് ഈ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ പാഠം കഴിഞ്ഞു. ഔറത്ത് എന്നാൽ എന്ത്? നിസ്കാരത്തിൻ്റെ ഷർട്ടുകൾ എത്ര? 5ആണ്. നിസ്കരിക്കുമ്പോൾ എവിടേക്ക് മുന്നിടണം? കിബിലക്ക് മുന്നിടണം. കഅബക്ക് നേരെ അല്ലെങ്കിൽ കിബിലക്ക് മുന്നിടണം. ഔറത്ത് എന്നാൽ എന്ത്? വസ്ത്രം കൊണ്ട് മറക്കലാണ് ഔറത്ത്. വസ്ത്രം കൊണ്ട് മറക്കലാണ് ഔറത്ത്. നിസ്കരിക്കുന്നവർക്ക് എവിടെയെല്ലാം ശുദ്ധി വേണം? സ്ഥലവും ശരീരവും വസ്ത്രവും ശുദ്ധി വേണം. ശുദ്ധി വേണം. 2 അശുദ്ധികൾ ഏതെല്ലാം? ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. 2 അശുദ്ധികൾ ഏതെല്ലാം? ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. സ്ത്രീയുടെ ഔറത്ത് ശരീരം മുഴുവനും അവൾക്ക് ഔറത്താണ്. ഓക്കെ, ആ പാഠം കഴിഞ്ഞു. 8ാമത്തെ പാഠം മസ്ജിദ്, പള്ളിയിലേക്ക്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയണം വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇലാ ഐന അൻത, നീ എവിടേക്കാണ്? ഇലാ ഐന അൻത ഇലൽ മസ്ജിദ്. ഇലാ എവിടേക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇലാ എവിടേക്ക്? ഇലാ ഐന എവിടേക്ക്? ഇലാ ഐന ഇലൽ മസ്ജിദ്. അപ്പോൾ ഇല എന്നുള്ളത് തന്നെ ആയിരിക്കും ആൻസർ. ഇലാ ഐന അൻത ഇലൽ മസ്ജിദ്. അല്ലെങ്കിൽ ഇലാ ഐന അൻത ഇലൽ മദ്രസത്തി. ഇലാ ഐന അൻത ഇലൽ ബൈത്തി. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇലാ ഐന അൻത ഇലൽ ബൈത്തി. മതാ തസ്ലുൽ മസ്ജിദി ഇൻഷാ അല്ലാഹ് ബഅദ ബുർഹ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇതിൻ്റെ അർത്ഥം നോക്കാം. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. മത്ത എപ്പോൾ. അർത്ഥം പഠിക്കുന്നത് വളരെ നല്ലതാണ്. മത്ത എപ്പോൾ. ബഅദ ബുർഹ, അല്പസമയത്തിന് ശേഷം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ. ഇൻഷാ അല്ലാഹ് അർത്ഥം ചെറിയ മക്കൾക്ക് അറിയില്ലായിരിക്കും, അതൊന്ന് പഠിക്കാം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നൊരു കാര്യത്തിന് മുന്നേ പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്, നമുക്ക് ചെയ്യാം അങ്ങനെ പറയുന്നത്. അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ. ഇലാ ഐന എങ്ങോട്ടേക്കാണ്? എവിടത്തേക്കാണ്? ഇലാ ഐന എവിടത്തേക്കാണ്? അൻത നീ ബൈത്തുൻ വീട്. തസ്ലു നീ എത്തും. മതാ തസ്ലു എപ്പോഴാണ് നീ എത്തുന്നത്? മതാ എപ്പോൾ. മതാ തസ്ലു നീ എപ്പോഴാണ് എത്തുന്നത്? ഓക്കെ, ഇലാ ഐന അൻത ഇലൽ മസ്ജിദി. ഇല സൂഖി അങ്ങാടിയിലേക്ക്. ഇലൽ മൽഅബി ഗ്രൗണ്ടിലേക്ക്, മൈതാനത്തേക്ക്. ഇലൽ ഫസ്ലി ക്ലാസ്സിലേക്ക്. ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക്. ഓക്കെ,
അടുത്ത ചാപ്റ്റർ തവക്കൽത്തു അലല്ലാഹ് എന്നാണ്. അബ്ദുറഹീം നേരത്തെ ഉണർന്നു. സിയാറത്ത് യാത്രയുടെ ആവശ്യത്തിലായിരുന്നു. അവൻ വീട്ടുകാരെല്ലാം കുളിച്ചൊരുങ്ങി ദുആ ചെയ്തു ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങുക. ഇടതുകാൽ വെച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങി. ഉപ്പ പറഞ്ഞു യാത്രക്കിറങ്ങുമ്പോൾ ഇടതുകാലാണ് മുന്തിക്കേണ്ടത്. എവിടെയെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങുക. വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് കയറുക. ശുചിമുറിയിലേക്കും അങ്ങാടിയിലേക്കും ഇടതുകാൽ വെച്ച് തന്നെയാണ്. എവിടെയൊക്കെ ഇടതുകാൽ വെച്ച് കിടക്കേണ്ടത് എവിടെയാണ്? ശുചിമുറിയിലേക്ക്, ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാലാണ് വെക്കേണ്ടത്. ശുചിമുറിയിലേക്ക്, അങ്ങാടിയിലേക്ക്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഇടതുകാൽ വെച്ച് മുന്തിക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദുആവും ചൊല്ലണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദുആയാണത്. ഉച്ചത്തിൽ പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതെങ്ങനെ കാണാണ്ട് പഠിക്കേണ്ട? ചെറിയ മക്കളാകുമ്പോൾ ബിസ്മില്ലാഹി എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ നമ്മൾ പഠിക്കേണ്ട വേർഡ് തവക്കൽതു അലല്ലാഹ്. തവക്കൽതു അലല്ലാഹ് ഒരു 5 പ്രാവശ്യം തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. അപ്പം നമുക്ക് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത, ലാ ഹൗല വലാ ഖുവത, ലാ ഹൗല വലാ ഖുവത, ലാ ഹൗല വലാ ഖുവത. അപ്പം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇല്ലാ ബില്ലാ, ഇല്ലാ ബില്ലാ, ഇല്ലാ ബില്ലാ. ഇങ്ങനെ പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പിന്നെ കളിച്ച് പിന്നെ വന്ന് പിന്നെ ഇങ്ങനെ ഉഴപ്പി കളിക്കരുത്. ഓക്കെ. ഉച്ചത്തിൽ പറഞ്ഞ് എല്ലാവരും ഏറ്റു ചൊല്ലി വാതിൽ പൂട്ടി പുറത്തിറങ്ങി. ഉച്ചയോടെ ഏർവാടിയിലെത്തി. അവർ പോയത് എവിടെയാണ്? ഏർവാടിയിലേക്കാണ് അവർ പോയത്. എവിടെയാണ് അവർ യാത്ര ചെയ്തത്? അബ്ദുറഹീം എവിടെയാണ് യാത്ര ചെയ്തത്? ഏർവാടിയിലേക്ക് സിയാറത്ത് ചെയ്തു. നന്നായി ദുആ ചെയ്തു. ശേഷം അവർ നാഗൂറിലേക്ക് യാത്ര തിരിച്ചു. ഏർവാടി, നാഗൂർ, ഏർവാടി, നാഗൂർ, 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 ഏർവാടി, നാഗൂർ. ഓരോ സ്ഥലത്തെയും ചരിത്രങ്ങൾ അബ്ദുറഹീം നോട്ട് ബുക്കിൽ എഴുതി. തിരിച്ചു വരുമ്പോൾ മൃഗശാല സന്ദർശിച്ചു. അവർ പോയ സ്ഥലങ്ങൾ ഏതെല്ലാം? ഏർവാടി, നാഗൂർ, മൃഗശാല, കടൽ തീരം, അവിടെയൊക്കെ പോയി സന്തോഷത്തോടെ തിരിച്ചെത്തി. 4 സ്ഥലങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു മസ്ജിദ്, വീട്, വിദ്യാലയങ്ങൾ തുടങ്ങിയ നല്ല സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ നമ്മൾ വലതുകാൽ വെച്ച് പ്രവേശിക്കണം. വീട്, സ്കൂള്, മസ്ജിദ് എന്നീ സ്ഥലങ്ങളിലേക്ക് കടക്കുമ്പോൾ വലതുകാൽ വെച്ച് കടക്കുക. ഇടതുകാൽ വെച്ച് കടക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ബാത്റൂമിലേക്ക് പോകുമ്പോൾ, പിന്നെ അങ്ങാടിയിലേക്ക് പോകുമ്പോഴൊക്കെ ഇടതുകാൽ മുന്തിക്കണം. ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഖറജിന വഅലല്ലാഹി റബ്ബിന തവക്കൽന. ഇത് വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ദുആ. ഇതും പഠിക്കേണ്ടത് ബിസ്മില്ലാഹി അറിയാം. വലജിന, വലജിന, വലജിന. ബിസ്മില്ലാഹി ഖറജിന, ഖറജിന, ഖറജിന. അപ്പോൾ ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഖറജിന വഅലല്ലാഹി റബ്ബിന, വഅലല്ലാഹി റബ്ബിന, വഅലല്ലാഹി റബ്ബിന, വഅലല്ലാഹി റബ്ബിന. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് കിട്ടും തവക്കൽന. ലാസ്റ്റ് തവക്കൽന, തവക്കൽന. ഓക്കെ. അങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ദുആയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ദിക്ർ ചൊല്ലി വീട്ടിലേക്ക് കടന്നു. ദിക്ർ ചൊല്ലി ഭക്ഷണം കഴിച്ചു. അപ്പോൾ പിശാച് കൂട്ടുകാരോട് പറയും, ഇന്ന് രാത്രി നിങ്ങൾക്കിവിടെ ഭക്ഷണമില്ല, താമസിക്കാൻ അവസരവുമില്ല. എല്ലാ കാര്യത്തിലും ദുആ ചെയ്താൽ നമ്മുടെ കൂടെ ഇബ്ലീസ് ഒരിക്കലും വരികയില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഹസ്ബുൻ അല്ലാഹ്, നമുക്ക് അല്ലാഹു മതി. ഹസ്ബുൻ അല്ലാഹ്, നമുക്ക് അല്ലാഹു മതി. ഹസ്ബുൻ അല്ലാഹ്, നമുക്ക് അല്ലാഹു മതി. ലാ ഹൗല വലാ ഖുവത. അതറിയാലോ. ഇപ്പം നമ്മൾ പഠിച്ച ദുആ മാത്രമാണുള്ളൂ. ഓക്കെ. വലതുകാൽ വെച്ച് കയറണം. ഇവിടെ മദ്രസയിലേക്കും ക്ലാസ്സിലേക്കും വീട്ടിലേക്കും കയറുമ്പോൾ, മസ്ജിദിലേക്കും കയറുമ്പോൾ വലതുകാൽ, ഇടതുകാൽ വെച്ച് ബാത്റൂമിലേക്കും അങ്ങാടിയിലേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇടതുകാൽ വെച്ചാണ് മുന്തിക്കേണ്ടത്. ഓക്കെ. വീഡിയോയുടെ വേണ്ടപ്പോഴാണ്. ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. അസ്സലാമു അലൈക്കും.